ഈ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ. ഹലോ, നമസ്കാരം. ഞാൻ സാറ. ഇന്ന് ഞാനുള്ള ദുബായില് ശോഭ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഇപ്പൊ ഞാനുള്ളത്. ഞാൻ ഇവിടുന്ന് ദുബായ് ട്രാംസ് കയറി, മോണോറയിൽ കയറി, പാം ജുമേറ, അറ്റ്ലാന്റിസ്, അതിൻ്റെ ഒക്കെ ഒരു വ്യൂ കാണാൻ പോവാം. അപ്പൊ എന്നാ പോയാലോ, വാ. നമ്മളിത് ദുബായ് ട്രാംസിന്റെ സ്റ്റേഷനിലെത്തി. മെട്രോയുടെ തന്നെ ഒരു പാർട്ട് തന്നെയാണ് ട്രാംസും. ഈ യൂറോപ്യൻ കൺട്രീസിലെ ട്രാക്കൊക്കെ പോലെ തന്നെ റോഡിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെയും ട്രാക്കൊക്കെ അവർ പണിത് വെച്ചിരിക്കുന്നത്. മെട്രോയിനേക്കാളും കുറച്ച് ഒക്കെ ഡിഫറൻസ് ആണ്. ഈ പ്ലാറ്റ്ഫോം ആണെങ്കിലും കുറച്ച് ഡിഫറൻസ് ആണ്. ട്രാംസും ഇന്റീരിയർ ഒക്കെ കുറച്ച് ഡിഫറൻസ് ആണ്. ഇതാണ് മാപ്പ്. സോ ഇതിൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് കയറി ഫുൾ ഈ ട്രാംസിൽ ഞാനിത് മുഴുവൻ റൗണ്ട് അടിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങിയിട്ട് പാം ഗേറ്റ് വേ, പാം ജുമേറ കാണാനായിട്ട് ആ മോണോറെയിൽ ട്രെയിൻ ഞാൻ അവിടുന്ന് കയറും. അപ്പോഴത്തേനും വെയിലൊക്കെ വന്നിട്ടാണ് നമുക്ക് നടക്കാൻ, അവിടെ ഒരു വോക്ക് വേ ഉണ്ട്. ആ വോക്ക് വേ കൂടെ ഒക്കെ നടക്കാൻ പറ്റിയ ഒരു ടൈമാണ്. ഞാൻ പ്ലാറ്റ്ഫോം തെറ്റിയാട്ടോ വന്നത്. ഈ പ്ലാറ്റ്ഫോമിലല്ല, സെക്യൂരിറ്റി തന്നെ ഗൈഡ് ചെയ്തു. വേറെ പ്ലാറ്റ്ഫോമാണ്, തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിലാണ് പോട്ടെ. ഞാൻ എത്തിയ പ്ലാറ്റ്ഫോം ഏതാ? ഞാൻ എത്തിയ പ്ലാറ്റ്ഫോം ദുബായ് മറീനയുടെ പ്ലാറ്റ്ഫോമാണ്, പ്ലാറ്റ്ഫോം നമ്പർ 5. ആക്ച്വലി അതല്ലാത്ത പാം ജുമേറ പോകുന്ന പ്ലാറ്റ്ഫോം ഉണ്ട് ട്രാംസിന്റെ. സോ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറിയിട്ടാണ് ഞാൻ പോവണ്ടേ. അപ്പൊ അങ്ങോട്ടേക്ക് പോവാ. അവിടെ ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്റെ പൈസ പോയാണ്. ഇതോ ആ കാണുന്ന പ്ലാറ്റ്ഫോം ഇല്ലേ, അതിലാണ് ഞാൻ ആദ്യം ട്രാംസ് കയറാൻ പോയി നിന്ന്. പക്ഷെ തെറ്റിപ്പോയി ഗൈസ്. നമുക്ക് പോവേണ്ട സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് ടു അൽ സുഫു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഡൗട്ട് വേണ്ട, ടു അൽ സുഫു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതിൽ കയറിയാൽ മതി. ഇത് ഞാനും ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടോ ട്രാംസിൽ കയറുന്നത്. മെട്രോ പോലെ തന്നെ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രാംസിൽ കയറാൻ പോണേ. മെട്രോയിൽ യൂസ് ചെയ്യുന്ന നോൾ കാർഡ് തന്നെ നമുക്ക് ഇതിനും യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇത് ടിക്കറ്റ് വെൻഡിങ് മെഷീനാണ്. പാം ജുമേറ മെട്രോ സ്റ്റേഷനെത്തി. ദുബായ് പാം വ്യൂ കാണാനുള്ള മോണോറയിൽ കയറാൻ നമ്മൾ ഇറങ്ങേണ്ട പാം ജുമേറ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്യണം. പാം ജുമേറ മോണോറെയിൽ ഫുട് ബ്രിഡ്ജ്.
നമ്മൾ ഇതുവഴിയാണ് നടന്നു പോകേണ്ടത്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ ട്രാംസിന്റെ ട്രാക്ക്. ഇതാ മോണോറെയിൽ കയറാനുള്ള സ്റ്റേഷന്റെ എൻട്രൻസ്. ഇതിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാനുണ്ട്. ഇത് അതിന്റെ ഒരു ടോട്ടൽ പ്ലാൻ ആണ്, മാപ്പാണ്. സോ ഇവിടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നമുക്ക് കയറി ഇവിടെയും ഇറങ്ങാം, ഇവിടെയും ഇറങ്ങാം, ഇവിടെ ഇറങ്ങാം. ബട്ട് നമ്മള് ഇവിടുന്ന് നേരെ പോയി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ബ്രോഡ് വോക്ക് വേ ഉണ്ട്. ആ വോക്ക് വേ ആണ് ഞാൻ കാണാൻ പോണേ. അതിൽ നമുക്ക് 30 dirhams കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വരാനും കൂടെയുള്ള ടിക്കറ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ഇടാം. സോ ഇതാണ് മോണോറെയിലേക്കുള്ള ടിക്കറ്റ്. ആ ഓഫീസർ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ. താങ്ക് യു. കേറുമ്പോ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ സീ വ്യൂ ഉണ്ട് ഇവിടെ. വാവ്. മോണോറെയിലിന്റെ സീറ്റിംഗും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാട്ടോ അവര് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് എങ്ങനെ വേണേലും ആ വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സീറ്റിംഗ്സ് ഒക്കെ. ആക്ച്വലി ലോ കോസ്റ്റില് ദുബായ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഈ മോണോറെയിലിന്റെ ഐഡിയ എന്ന് പറയുന്നത്. ഞാനൊന്ന് 2 റീലൊക്കെ കണ്ടിട്ട് വന്നതാണ്. ബട്ട് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. ബട്ട് ബാക്കി ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ബട്ട് ഇപ്പോഴും ചെറിയ എക്സൈറ്റ്മെന്റിലൊക്കെയാണ്. മറ്റേ ബ്രോഡ് വോക്ക് വേ ഉണ്ട് ഇവിടെ. സോ അതൊക്കെ എൻജോയ് ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഈ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ. നമ്മൾ പാം ജുമേറയുടെ ഒരു ഏരിയൽ വ്യൂ കാണത്തില്ലേ, അതിനകത്ത് പാമിന്റെ ലീവ്സ് പോലെ ഓരോന്ന് കാണില്ലേ. സോ അതിന്റെ ഓരോ ലീവ്സ് ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മള് കേറിപ്പം ഒരു 5-6 പേരുണ്ടായിരുന്നതാ. നഖിൽ മോൾ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേനും നല്ല തിരക്കായി. പോരാത്തതിന് ഇന്ന് സൺഡേ കൂടെ അല്ലേ, എല്ലാരും ഒരു ഈവനിങ് ഔട്ട് ഒക്കെ മോണോറെയിൽ റൈഡ് നടത്താന്ന് വിചാരിച്ച് വന്നായിരിക്കും.
ഇതൊരു തീം പാർക്കാണ്, നമ്മുടെ വിഗാലാൻഡ് ഒക്കെ പോലെ വാട്ടർ തീം പാർക്ക്. സോ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മള് അറ്റ്ലാന്റിസ് സ്റ്റേഷനിൽ ഇപ്പൊ എത്തി. നമുക്ക് ബാക്കി കാഴ്ച കാണാം. ആ കാണുന്നതാണ് ദ ദുബായ് ബലൂൺ അറ്റ് അറ്റ്ലാന്റിസ്. അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാം ജുമേറയും ഒക്കെ പിന്നെ ആ സീ വ്യൂ ഒക്കെ നല്ല കിടക്കനായിട്ട് കാണാൻ പറ്റും. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ബലൂൺ ഇല്ലേ, അതിന് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് നമ്മളിത് ഐസ്ക്രീം മേടിച്ച നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്ന് വെയിലാർന്നവരെ ഐസ്ക്രീം ഒക്കെ തിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കാം. അതായിരുന്നു നമ്മളുടെ മെട്രോ സ്റ്റേഷൻ, മോണോറെയിൽ സ്റ്റേഷൻ. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മള് വോക്ക് വേയിലേക്ക്. ഇത് അറ്റ്ലാന്റിസ് ഹോട്ടലാട്ടോ. നമ്മൾ ആ പറഞ്ഞ വോക്ക് വേയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈവനിങ് ടൈമില് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആക്ച്വലി അടിപൊളി സ്ഥലവാ. ബട്ട് ഇത് കുറെ നടക്കാനുണ്ട് കേട്ടോ ഈ വോക്ക് വേയില്. നമ്മള് ഇതുവഴി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും, ഇപ്പൊ ഈ കാണുന്ന വ്യൂ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക സെയിം. ബട്ട് കുറച്ചു നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ലതാ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ തീം പാർക്ക് ഒക്കെ ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ. അതുപോലെ ദുബായ് ബലൂൺ ഉണ്ട്. പിന്നെ ഇവിടെ ജെറ്റ് സ്കൈ എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ കാണിച്ചു തരാം. വാട്ടറില് മറ്റേ സ്പീഡ് ബോട്ട് കൊടുക്കത്തെ സാധനം, ജെറ്റ് സ്കൈ. സോ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതൊക്കെയാണ് ഇവിടെ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് 35 dirhamsന്റെ മോണോറെയിൽ എടുക്കുക, ഈ പാം വ്യൂ ഒക്കെ കണ്ട് ഇവിടെ വരിക, എന്നിട്ട് ഈ ഒരു വോക്ക് വേ എക്സ്പ്ലോർ ചെയ്തിട്ട് രാത്രി 10 മണി വരെ ഉണ്ട് മോണോറെയിൽ തിരിച്ച് പോവാ. ദാറ്റ്സ് ആക്ച്വലി ഒരു നൈസ് ഐഡിയ ആണ്. ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു സാറ്റർഡേ ഡേ ഔട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് അതൊരു നല്ല ഐഡിയ. ആൻഡ് ഈ ടൈമില് എപ്പോഴും അതെ, ഇവിടെ സമ്മർ ടൈമിൽ വിസിറ്റ് ചെയ്തതിനേക്കാളും എപ്പോഴും വിന്റർ ടൈം തന്നെ ആയിരിക്കും ബെറ്റർ. വിന്റർ ടൈം ഈസ് ഓൾവേസ് ബെറ്റർ. ബട്ട് ഇപ്പം കുറച്ച് ചൂടൊക്കെ മാറി, ഈ ടൈം ആയതുകൊണ്ട് ചൂടൊക്കെ മാറി തണുപ്പൊക്കെ വരുന്നുണ്ട്. ആ കാണുന്നൊക്കെ ഇവിടുത്തെ ലക്ഷറി യാർഡ് സഫാരി ഒക്കെയാണ്. ഇത് ഞാനിവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ഇത് പുറകില് കാസിൽ പോലെ കാണുന്നുണ്ട് നമ്മുടെ അറ്റ്ലാന്റിസിന്റെ ഹോട്ടല്. നേരത്തെ കാണിച്ച പോലെ ആ ബലൂൺ, ദുബായ് ബലൂൺ, അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. വാട്ടർ തീം പാർക്കിന് ടിക്കറ്റ് ഉണ്ട്. സോ ഇതെല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അല്ല നമ്മൾ ജസ്റ്റ് മോണോറെയിൽ വഴി വന്ന് ഒന്ന് കണ്ടൊക്കെ പോകാനാണെങ്കിൽ ഈ ഒരു വോക്ക് വേ കൂടെ ഈവനിങ് നടക്കുന്നതും ആ മോണോറെയിൽ വഴി വരുന്നതും ഒക്കെ നൈസാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നമുക്കൊരു സൺഡേ ഔട്ട്, സാറ്റർഡേ ഔട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്.